നിങ്ങള് മാഡം, ഞാൻ റിക്കവറി ഏജന്റാണ്. നിങ്ങൾ എന്നെ മറന്നുപോയോ? നിങ്ങളുടെ ഹസ്ബൻഡ് വിളിച്ചാൽ എടുക്കാറില്ലല്ലോ. ഓ, അദ്ദേഹം ഇത്തിരി ടെൻഷനിലാണ്. എത്ര തരാനുള്ളത്? 1.5 ലാഖാണ് മാഡം. 1.5 ലാക്കോ? ഓ മൈ ഗോഡ്, എനിക്ക് സത്യമായിട്ടും അറിയില്ലായിരുന്നു. നാളെ നിങ്ങൾ 11:30 വരാമോ? ആ ശരി, നാളെ നിങ്ങളുടെ ഭർത്താവ് എപ്പോഴാ ഫ്രീ ആന്ന് പറഞ്ഞാൽ മതി, അപ്പോൾ വന്നേക്കാം. ഞാൻ അദ്ദേഹത്തോട് വീട്ടിലിരിക്കാൻ പറയാം. നിങ്ങളുടെ കാശ് കിട്ടും. ആ. ഞാൻ ഇക്കാര്യം എന്റെ ഭർത്താവിനോട് സംസാരിക്കാം. ശരി, ഓക്കെ മാഡം, ബൈ. എന്താ ഇവൻ എപ്പോഴും വീട്ടിലിരിക്കാറില്ലേ? ഇവന്റെ ഭാര്യയുടെ കൂടെ കുടുംബം നടത്താറുണ്ടോ ഇല്ലേ? സമയമാണെങ്കിൽ 9:30 ആവുകയും ചെയ്തു. അവിടെയാണെങ്കിൽ എൻ്റെ ബോസിന്റെ ശല്യവും. ഈ ലേഡി എന്നോട് സോഫ്റ്റായി സംസാരിച്ച് പറഞ്ഞയക്കുകയും ചെയ്തു. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇവനാണെങ്കിൽ ഫോണും എടുക്കുന്നില്ല. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തല്ലോ. ഫോൺ എന്തിനാ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചിരിക്കുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ല. വന്നെന്ന് തോന്നുന്നു. എന്താടി ഇത്ര ടെൻഷൻ ആയിട്ടിരിക്കുന്നേ? ഫോൺ എന്തിനാ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചിരിക്കുന്നത്? ഞാൻ ഏത് സിറ്റുവേഷനിലായിരിക്കുന്ന നിനക്ക് നന്നായിട്ട് അറിയാലോ അല്ലേ? ശരി, ഇരിക്കെ, ഞാൻ കാപ്പി കൊണ്ടുവരാം. ശരി, എടുത്തിട്ട് വാ. ഇതാ കാപ്പി. എവിടുന്നെങ്കിലും പൈസ റെഡിയാക്കി ആ കട ഒന്ന് തീർത്തൂടെ? ഞാനും ട്രൈ ചെയ്തോണ്ട് തന്നെ ഇരിക്കുന്നേ. പൈസയ്ക്ക് വേണ്ടി തന്നെയല്ലേ ഈ കറങ്ങി നടക്കുന്നേ. നമ്മൾ രണ്ടുപേരും വഴക്കുണ്ടാക്കിയിട്ട് എന്താവാനാ? ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? കുറച്ച് സമാധാനമായിട്ടിരിക്കേ. നീ ഒന്നിനും പേടിക്കണ്ട. മനസ്സിലായോ? നീ എന്റെ അടുത്ത് വന്നിരിക്കേ. വാന്നേ, അകത്ത് വരാൻ എന്തിനാ മടിക്കുന്ന്? വന്നിരിക്കുന്നേ. വല്ലാതെ നാണിക്കുന്നു നിങ്ങള്. ഒന്നുമില്ലെങ്കിലും നിങ്ങളൊരാണല്ലേ, അല്പം കൂളായിരിക്കുന്നേ. അതൊന്നല്ലെന്നേ, എന്റെ എംഡിയുടെ ശല്യം താങ്ങാൻ പറ്റുന്നില്ല. ശരി, ഇരിക്കെ, ഞാൻ നിങ്ങൾക്ക് മോര് കൊണ്ടുവരാം. ഇവരെന്താ എപ്പ വന്നാലും മോര് മോരെന്ന് പറഞ്ഞ് മോരെന്ന് കുടിക്കാൻ പറയുന്നേ? ഇവനാണെങ്കിൽ ഫോണും എടുക്കുന്നില്ല. ഒന്നും കൂടി ശ്രമിക്കാം. ഡാ, നിന്റെ ഭാര്യ എവിടെ ഉള്ളപ്പോ നീ പുറത്തു പോയി എന്തെടുക്കുകയാണ്? ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫും ചെയ്തു. ഈ ബോസ് ആണെങ്കിൽ ഫോൺ ചെയ്തോണ്ടേയിരിക്കും. ഇതാന്നേ, ഈ മോര് കുടിക്കൂ, ഒന്ന് കൂളാവട്ടെ എന്നേ. എനിക്ക് ആവശ്യം മോരല്ല, കാശാണ്. അറ്റ്ലീസ്റ്റ് പകുതി തരുന്നേ. എത്രയും പെട്ടെന്ന് കൊടുക്കുന്നേ. എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്ന? ഞാനില്ലേ, ഞാൻ വാങ്ങിത്തരാം. നിങ്ങൾ ചുമ്മാ കൂളായിരിക്കേ. മനസ്സിലായോ? കുടിക്കുന്നേ. ഇപ്പൊ നിങ്ങളുടെ ടെൻഷനൊക്കെ കുറഞ്ഞു. അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കല്ലേ. നമുക്ക് ചെയ്യാനായിട്ട് എത്ര ജോലിയുണ്ട് ഇവിടെ. ഈ ചെറിയ കാര്യത്തിന് ഇങ്ങനെ ടെൻഷൻ ആയാൽ എങ്ങനെ? അദ്ദേഹം എങ്ങോട്ടും ഓടിപ്പോയില്ല, വരുന്നേ. ഇത്രയും ഭംഗിയുള്ള ഭാര്യ ഉപേക്ഷിച്ച് ആരെങ്കിലും പോവോ? അതൊക്കെ ശരിയാ, പക്ഷെ പോയല്ലോ. എങ്ങോട്ടും പോവില്ലെന്നേ. ഞാൻ ഇവിടെ ഇല്ലേ.
അതാണ് അദ്ദേഹത്തിന്റെ ധൈര്യവും. ഞാൻ എങ്ങനെങ്കിലും കാശ് അറേഞ്ച് ചെയ്തു തരാം. എനിക്ക് കുറച്ച് സമയം തരുമോ? ഇനി എന്ത് സമയം തരാനാ? ഇന്നലെ തലയിലേത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നാ ശരി, നിങ്ങളുടെ മുഖത്തിന് വേണ്ടി ഞാൻ പോവാണ്. ഓക്കെ എന്നാ, താങ്ക് യു. ഇതാ നിങ്ങൾ തന്ന മൊഴി. അയ്യോ, കുടിച്ചേ ഇല്ലല്ലോ. സാരില്ല നീ. ശരി എന്നേ. അയ്യോ, എന്തുമാത്രം നല്ല മനുഷ്യനാ. പറഞ്ഞപ്പോഴേക്കും എണീറ്റ് പോയി. ഇതിപ്പോ വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. കണ്ടിടത്തൊക്കെ തൊടും. ഇങ്ങനെ വേണം റിക്കവറി ഏജന്റുമാരായാൽ. നല്ല ചെക്കൻ. എന്താ അത്? നിങ്ങളോട് എത്ര പ്രാവശ്യം പറയാ? നിങ്ങളുടെ ഭർത്താവാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. ഇപ്പൊ തന്നെ 15 ദിവസമായി. ഇങ്ങനെ ചെയ്താൽ എങ്ങനെയാ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ? നിങ്ങൾ ഇന്ന് കാശ് തരുന്നവരെ ഞാൻ ഇവിടുന്ന് പോകുന്ന പാടില്ല. എന്താന്നേ ഇത്? ഒന്ന് കൂളായിരിക്കേ. പിന്നെയും തുടങ്ങിയ ഇനി നിങ്ങൾ നിർത്താൻ പോകുന്നില്ല. ഞങ്ങളുടെ ബോസാണെങ്കിലോ വിളിച്ചോണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ ഭർത്താവാണെങ്കിൽ എടുക്കുന്നുമില്ല. എങ്ങനെയാ അതൊക്കെ? കൂളായിരിക്കുന്നേ, പ്ലീസ് പ്ലീസ് എന്നേ. എല്ലാം ശരിയാക്കാന്നേ. ആരടാ നീ? നീ എന്താടാ വിചാരിച്ചിരിക്കുന്നേ? ഇവിടെ നീ എന്താ ചെയ്യുന്നേ? മര്യാദയ്ക്ക് എഴുന്നേറ്റ് വാടാ. ഇതാ നിന്റെ കാശ്. വെളി പോടാ. താങ്ക്സ് കേട്ടോ. ആദ്യം ഇവിടുന്ന് പോടാ വെളിയില്. പോകാനല്ലോ പറഞ്ഞേ. ഡീ, നിനക്കെന്താ ഡീ? ഏയ്, ഒരു മിനിറ്റ് ഇവിടെ വന്നടാ. നിന്റെ മനസ്സിൽ നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നേ? നിങ്ങളുടെ ഭാവിയെ കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കത്തില്ലേ? നിന്റെ ഈ പ്രായത്തിലുള്ള പിള്ളേർ എങ്ങനെ ഇരിക്കുന്ന അറിയോ? ഇതാണ് നീ ചെയ്യുന്ന ജോലി. കുറച്ചെങ്കിലും ഒരു ആത്മാർത്ഥത വേണ്ടടാ. നീ പഠിച്ചവനല്ലേ? പഠിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെയാണോ നീ ചെയ്യുന്നേ? നിനക്ക് പൈസ തരാനുണ്ടെന്ന് പറഞ്ഞ് ബെഡ്റൂമിൽ വരുമോ നീ? ഇതാണോ നീ പഠിച്ചേക്കുന്നത്? ഞാൻ വിചാരിച്ചാൽ നിന്റെ പേരിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റും എനിക്ക്. നിന്റെ ഭാവിയെക്കുറിച്ച് ഓർത്ത് മാത്രമാ ഞാനിപ്പോ കംപ്ലൈന്റ് കൊടുക്കാത്തെ. നിന്റെ പൈസ ഇന്നില്ലെങ്കിൽ നാളെയാണെങ്കിലും വരും. പക്ഷേ ആത്മാഭിമാനം പോയി കഴിഞ്ഞാൽ തിരിച്ചു വരത്തില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? വെളിപ്പോടാ. നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നേ? പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അയാൾ എത്ര പ്രാവശ്യമായി വരുന്നെന്നറിയോ? ശരി, സമാധാനമായിട്ടിരിക്കെ. ആദ്യം നീ ഇരിക്കേ. ഇങ്ങോട്ട് നോക്ക് ഡാർലി. നിന്നോട് എനിക്ക് സ്നേഹമില്ലാത്തോണ്ടല്ല, പക്ഷെ അവരെ കുറിച്ച് ഓർത്ത് എനിക്ക് ഭയമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വരാഞ്ഞേ. നീ ബുദ്ധിയുള്ള പെണ്ണല്ലേ, അത് എങ്ങനെയും ഡീൽ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു. അവരിങ്ങനെ ചെയ്യുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് വേറൊരുത്തനെന്ന് കടം മേടിച്ച് അവന്റെ മുഖത്ത് തന്നെ എറിഞ്ഞ് ഞാൻ കൊടുത്തത്. ഇനി ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. നിനക്കെന്നെ വിശ്വാസം ഉണ്ടല്ലോ അല്ലേ? ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. ശരിയല്ലേ? താങ്ക്സ് എന്നേ. എന്നെ മനസ്സിലാക്കിയല്ലോ. നീയാണ് എന്നെ ശരിക്കും മനസ്സിലാക്കാൻ. ഞാൻ ഇനിയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കി ജീവിക്കും. ഹലോ, ആരാ? അതാ ഇപ്പൊ വരാം. അതെ, ഇങ്ങോട്ട് പോന്നെ. എന്താ ഡ്രസ്? പോയി ചേഞ്ച് ചെയ്യിച്ചല്ലേ. ഞാൻ എവിടേക്കാ പോകുന്നത് നിന്നോട് പറയണോ? എന്റെ ഡ്രസ് തീരുമാനിക്കുന്ന നീയാണോ? അതല്ല, നാലാള് കാണുന്നതല്ലേ, ശരിയാവത്തില്ല. എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത്. ഞാൻ ഇങ്ങനെയാ. എന്നെ റെസ്ട്രിക്ട് ചെയ്യല്ലേ. ഓക്കെ, കൂൾ. ഇപ്പൊ എന്താ പറ്റിയത്? എല്ലാം നിന്റെ ഇഷ്ടം പോലെ. അതെ വിജി, നീ ഇന്ന് അച്ഛനെ വിളിച്ചിരുന്നോ? ഞാനിന്ന് വർക്കിൽ ബിസിയാണെന്ന് അറിയില്ലേ? നിനക്ക് വിളിക്കായിരുന്നില്ലേ? നിന്റെ അച്ഛനല്ലേ, നീ തന്നെ ഫോൺ വിളിക്ക്. എന്നെ എന്തിനാ വിളിക്കാൻ പറയുന്നത്? അല്ല, നമ്മുടെ 4 years റിലേഷൻഷിപ്പില് എന്റെ അച്ഛൻ നിനക്ക് അമ്മായിപ്പനായില്ലേ?
ഇപ്പൊ എന്തിനാ എങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിന്റെ അച്ഛൻ പറയുന്നു. ഗ്രേറ്റ്. ഓക്കെ, ശരി, എന്നാ പോയിട്ട് വാ. ഉം. ഉം. ആ വരാ, നിങ്ങൾ എവിടെയാ ഉള്ളത്? ഞാൻ ആ വാതില് തുറന്നല്ലേ വന്നത്. നിങ്ങൾ അകത്താണോ ഉള്ളത്? എന്താ മാസ്റ്ററെ ഇത്രയും ലേറ്റ് ആയത്? നിങ്ങളോട് തന്നെ കണ്ടില്ലേ, ഞാൻ എത്തിയില്ലേ. സുന്ദരൻ തന്നെയാ. അതൊക്കെ ശരി, എന്തിനാ എന്നെ വിളിച്ചത്? നിന്റെ ലവർ ഇവിടെ ഇല്ലേ? ഓ, ബ്രേക്കപ്പ് ആണോ? നിന്റെ വീടെന്താ വൃത്തികേടായിരിക്കുന്നെ? മുഖത്തിലാണെങ്കിൽ പരിഭ്രമവും ഉണ്ട്. ശരി ശരി, അതൊക്കെ എന്തിനാ എനിക്ക്? ഇങ്ങനെ സൈലന്റ് ആയിരുന്ന പിന്നെ എങ്ങനെയാ? ആ എന്തു പറ്റി? എന്നെ കൊണ്ട് പറ്റുന്നില്ല. എന്താ നിന്റെ പ്രശ്നം? പറയേ. എത്ര വർഷമായി? 4 കൊല്ലമായി. ആദ്യം ആരാ പ്രപ്പോസ് ചെയ്തത്? ഇതില് പ്രപ്പോസലൊന്നും ഇല്ലെന്നേ. രണ്ടുപേരും തമ്മിൽ ഇഷ്ടമാണെന്ന് അറിഞ്ഞ് കുറച്ച് ദിവസം ലിവിങ് റിലേഷൻഷിപ്പിലായിരുന്നു. അവളെ എത്രമാത്രം ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയത്തില്ല. അവളുടെ കൂടെ ജീവിക്കാൻ ഒരു യുദ്ധത്തിന്റെ ആവശ്യം വന്നു. പ്രേമം തന്നെ ഒരു യുദ്ധമല്ലേ? പ്രേമത്തിന് സിഗ്നൽ കിട്ടി, ഒരു പെണ്ണ് നിന്നെ നോക്കി ചിരിച്ചിട്ടുണ്ടെങ്കിൽ ആ നിമിഷം മുതൽ തന്നെ യുദ്ധം തുടങ്ങും. അത് ശരി, പ്രോബ്ലം എങ്ങനെ ഉണ്ടായേ? നിന്റെ ശീലങ്ങളിലേക്ക് അവൾ മാറിയിട്ടില്ലെങ്കിൽ അവളുണ്ടല്ലോ ട്രാക്ക് മാറിയിരിക്കും. അതൊക്കെ വിട്ടേക്കുന്നേ. ഞാൻ ഏതൊരു പെണ്ണിന്റെ കൂടെ സംസാരിച്ചാലും അത് ക്ഷമിക്കാൻ പറ്റാത്ത കുറ്റമാണ്. അതന്നെ അവൾ എത്ര ചെക്കന്മാരോട് സംസാരിച്ചാലും ഞാൻ ചിരിച്ചോണ്ടേയിരിക്കണം, ലാഫിംഗ് ബുദ്ധയെ പോലെ. ഞാൻ തൈരിൽ ഉപ്പിടരുത്, നല്ലതിനല്ലെന്ന് പറഞ്ഞ അവള് കേക്ക് പോലുമില്ല. റെസ്ട്രിക്ഷൻ ആണെന്ന് പറയും. അഹങ്കാരി. ട്രാക്ക് മാറുമ്പോ തെറ്റ് അവളുടെ ഭാഗത്തല്ലെങ്കിലും കുറ്റവും കുറവും കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഉണ്ടാവൂ. ഇപ്പൊ നിനക്ക് മനസ്സിലായോ? എല്ലാരും ഇങ്ങനെ തന്നെ ഉണ്ടാവുക. ചോദിച്ചുന്നേ. ഇനി മനസ്സിൽ ഒളിച്ചു വെക്കണമെന്ന് വിചാരിച്ച് ഞാൻ ചോദിച്ചത് കൊണ്ട് എന്റെ അവസ്ഥ ഇങ്ങനെയായി. സോറി ട്ടോ, നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്തേനെ. ഉം. എന്താ നീ? ഇഷ്ടത്തോടെയാണ് വരാൻ പറഞ്ഞത്, പക്ഷെ എന്നെ കൊണ്ട് കഴിയുന്നില്ല. സോറി ട്ടോ, ഡിസ്റ്റർബ് ചെയ്തേനെ. എന്താ അങ്ങനെ നോക്കുന്നേ? കരഞ്ഞില്ലെന്നോ? കരഞ്ഞ് എന്റെ കണ്ണുനീരെന്ന് വറ്റിപ്പോയി. അവളോട് നിനക്ക് ദേഷ്യമില്ലേ? പാവം തോന്നേയുള്ളൂ. അവളുടെ ജീവിതം പാഴായി പോകുമെന്ന് പേടി തോന്നുന്നു. വീണ്ടും വന്നാ കൂടെ കൂട്ടുവോ? ഞാൻ ഒരു തവണ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്ന് ഒരിക്കലും മാറത്തില്ല. എനിക്ക് അവളെ എന്തായാലും മറന്നേ പറ്റൂ. പക്ഷേ അവൾ എപ്പോൾ താഴെ വീണാലും ശരി, ഞാൻ അവളുടെ കൂടെ എപ്പോഴും അവൾക്കൊരു സപ്പോർട്ടായി ഉണ്ടാകും. ഞാനിങ്ങോട്ട് വരുമ്പോ ഒരു നല്ല ഫ്രണ്ടിനെ കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. താങ്ക് യു സോ മച്ച്. നീ എപ്പോഴും ചിരിച്ചുകൊണ്ടേയിരിക്കണം. ചിരിച്ചാ നല്ല ഭംഗിയാ. ചിരിച്ചോണ്ടേയിരിക്കെ. എന്നാ ഞാൻ വരട്ടെ. ബായ്. ഈ മോഡേൺ ലോകത്ത്
പ്രണയം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മാറിപ്പോയി. ഈ മോഡേൺ ലോകത്തില് നുണ പറയുന്ന പ്രണയം. ശരിക്കുള്ള പ്രണയം എന്ന് വെച്ചാൽ നിന്റെ കൂടെ ജീവിതകാലം മുഴുവനും ജീവിക്കുമെന്ന് പറയുന്നത് മാത്രമല്ല, നീ ഇല്ലാതെ എന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല എന്ന് പറയുന്നത് മാത്രമല്ല, നീ ഇല്ലാതെ എന്നെ കൊണ്ട് നിന്റെ ഓർമ്മകളിൽ ജീവിക്കാൻ കഴിയുമെന്ന് പറഞ്ഞതാണ്. അതുപോലത്തെ ആളുകൾ ഈ ലോകത്തുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവർ നഷ്ടപ്പെടരുത്. ഈ മോഡേൺ എന്ന സാങ്കല്പിക ലോകത്തിൽ വീണ് ശരിക്കുള്ള പ്രണയം ഒരിക്കലും നഷ്ടപ്പെടരുത്.